ട്രംപ് സ്ഥാനം ഏറ്റെടുത്തത് മൂലം ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന പല ഉത്തരവുകളും ട്രംപ് കൊണ്ടുവന്നിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ളവർക്കും ഉണ്ട് ഈ പ്രശ്നം. അനധികൃതമായ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഇന്ത്യക്ക് വളരെ പ്രയോജനകരമായ ഒരു തീരുമാനം ട്രംപ് എടുത്തിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം. ബംഗ്ലാദേശിനെതിരെ കടുത്ത നടപടിയാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉള്ളത് ഒരു ഇടക്കാല സർക്കാരാണ്, യൂനസ് സർക്കാർ. എന്ത് ചെയ്യണമെന്നറിയാതെ നടുകടലിൽ നിൽക്കുകയാണ് യൂനസ്. ചെകുത്താനും കടലിനുമിടയിലെന്ന പോലെ ഒരു ഭാഗത്ത് ഇന്ത്യയും മറുഭാഗത്ത് അമേരിക്കയും. യൂനസ് നിലവിളിക്കുകയാണ് ഇപ്പോൾ. ബംഗ്ലാദേശിന് ഇതുവരെ നൽകിയിരുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെക്കുവാനാണ് ഇതിനോടകം ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് അമേരിക്കയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ഇതുമായി ബന്ധപ്പെട്ട ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിന് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇത്. നയതന്ത്ര തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ഇന്ത്യക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമായി തന്നെ കരുതാം. കാരണം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ മോശമായിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും ഇന്ത്യയുമായി ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നു തന്നെ ട്രംപ് ഇന്ത്യയുടെ പക്ഷത്താണ് എന്നു തന്നെ പറയാം. അതായത് ഇന്ത്യ അനുകൂലിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ ട്രംപ് അനുകൂലിക്കുന്നു എന്നത് തന്നെ കാരണം. യൂനസിനെ കൊണ്ടുവന്നിരിക്കുന്നത് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാഴ്ചപ്പാടിനെയും താൽപര്യത്തിനും അനുസരിച്ചാണ്. ബൈഡനെയും ക്ലിന്റനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന യൂനസിന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഊഹിക്കാവുന്നതേയുള്ളൂ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്ന അട്ടിമറി ഭരണത്തിനു പിന്നിൽ അമേരിക്കയുടെ ഡെമോക്രാറ്റിക് പാർട്ടിയും ജോ ബൈഡനും ബന്ധമുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ട്രംപ് വന്ന ഉടനെ തന്നെ ഇവർക്ക് നൽകിയിരിക്കുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവച്ചിരിക്കുന്നു. ഒരു സഹായവും ഇനി ലഭിക്കില്ല എന്നുറപ്പാണ്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ ട്രംപ് അനുകൂലിക്കുന്നില്ല എന്നു തന്നെ ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ പ്രത്യക്ഷപ്പെടാം. ബംഗ്ലാദേശിൽ ഇപ്പോഴും ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ഒരു രീതിയിൽ അമേരിക്കയുടെയും ഇന്ത്യയുടെയും സഹായം കൊണ്ടൊക്കെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ സാമ്പത്തിക പ്രതിസന്ധികൾ ബാലൻസ് ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ ശരിക്കും പാകിസ്ഥാനേക്കാളും സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ് ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശ് പാകിസ്ഥാനായിട്ടോ ചൈനയായിട്ടോ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ സാമ്പത്തികമായി സഹായിക്കാൻ ഇപ്പോൾ നിലവിൽ ഒരു രാജ്യവുമില്ല. ഉണ്ടായിരുന്ന അമേരിക്കയും ഇന്ത്യയും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ആയുസ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഹസീന ഇപ്പോൾ രാജിവെച്ചിട്ടില്ല എന്ന നിലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഹസീന തിരിച്ചു വരാം. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഹസീനയെ ഇന്ത്യ പിന്തുണച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹസീനയെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇതാ അമേരിക്കയും പരസ്യമായി തന്നെ അനുകൂലിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒപ്പം തന്നെയാണ് എന്ന് വ്യക്തം. സത്യത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സഹായം മൂലമാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പിടിച്ചു നിൽക്കുന്നത്. ഇനി അതുണ്ടാകില്ല, ഒരു സംശയവുമില്ല. ഒരു സഹായവും US നിന്ന് ബംഗ്ലാദേശിന് ലഭിക്കില്ല എന്നത് തന്നെ.